ഒരുപാട് സ്റ്റുഡൻസ് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ സ്പീക്കിംഗ് മോഡ്യൂൾ എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി, ബാക്കി എക്സാം ഒന്നും വലിയ കുഴപ്പമില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്? അവരുടെ ഉള്ളിലെ പേടി കൊണ്ടാണല്ലേ. ഈ പേടി നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം? അതിന് മുമ്പായി ഈ നെർവസ്നെസ് കാരണം ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ സംസാരിക്കുന്നത് തെറ്റിപ്പോകാം. പേഷ്യൻ്റ് പറയുന്നത് നമ്മൾ മിസ്ഹിയർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി പേടി കാരണം നമ്മൾ ഒരുപാട് സ്പീഡിൽ അങ്ങ് സംസാരിക്കും. ഇത് പേഷ്യൻറ്റിനെ അൺകംഫർട്ടബിൾ ആക്കും. സംസാരിക്കുമ്പോൾ നമ്മൾ പല സ്ട്രേഞ്ച് സൗണ്ട് ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ ക്വാളിറ്റീനെ അഫക്റ്റ് ചെയ്യും. ഇനി ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് എങ്ങനെ മാറ്റാം? ആദ്യമായി ഈ എക്സാം ആൻസൈറ്റി എന്ന് പറയുന്നത് വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമാണെന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? നമ്മളുടെ എബിലിറ്റീസും സ്കിൽസും മനസ്സിലാക്കി ഒരു സ്റ്റഡി പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുക. അത് ആദ്യം തൊട്ട് അവസാനം വരെ ഫോളോ ചെയ്യുക. ഇനി മറ്റുള്ളവരുമായിട്ടുള്ള ഒരു കമ്പാരിസൺ അത് മാക്സിമം ഒഴിവാക്കുക. രണ്ടാമതായി നമ്മുടെ പ്രിപ്പറേഷൻ ടൈം. ഡിഫറെൻറ്റ് സിനാരിയോസ് പ്രാക്ടീസ് ചെയ്യുക. ആ സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രേസസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അവ യൂസ് ചെയ്ത് നല്ല നല്ല സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ കോൺഫിഡൻസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളിലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ആവുകയാണ്. തുടക്കത്തിൽ നമ്മൾ കുറച്ച് ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നുവെങ്കിൽ പോലും കണ്ടിന്യൂസ് സ്പീക്കിംഗ് പ്രാക്ടീസിലൂടെ നമ്മൾ കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആവുകയാണ്. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ നെർവസ്നെസ് ഒക്കെ ഓവർകം ചെയ്ത് നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് സ്പീക്കിംഗ് ചെയ്യാം. ഇങ്ങനെയുള്ള കൂടുതൽ ടിപ്സിനായി ഫോളോ ടിജൂസ് അക്കാഡമി. ഉറപ്പാണ് വിജയം.